ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എന്താന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു വിനു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ആ കേട്ടല്ലോ. ആ തൊപ്പിന്റെ ലൈവില് ജിൻഡോ അതിനുശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു. ഓക്കെ 10 പൈസ ആ ഗസ്റ്റ് ആയിട്ട് വരുമ്പോ വിനു ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഞാൻ എപ്പോഴാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? ജിൻഡോ ആ ലൈവിൽ എന്റെ അടുത്തേക്ക് വരുമ്പോ അല്ലേ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? ആ അച്ചായൻ ആണല്ലോ. അഖില് പറഞ്ഞത് അത് നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത് സോർട്ട് ചെയ്തോ. അഖില് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വിനു പറഞ്ഞു തൊപ്പി പൈസ വാങ്ങിയതാ. അവിടെ വേറൊരു ക്ലാരിഫിക്കേഷൻ തൊപ്പി അഖിലേട്ടൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് തൊപ്പി ഷോ കാണാത്ത ആൾക്കാര് അല്ലല്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിനു ബ്രോ. അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് അഖിൽമാരാന്ന് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിൻഡോനെ ആ തൊപ്പി സപ്പോർട്ട് ചെയ്തിരുന്നു. എന്റെ പേഴ്സണൽ ബന്ധങ്ങൾ വെച്ച് ഞാൻ അറിഞ്ഞ കാര്യം അത് പൈസ വാങ്ങിയിട്ട് തൊപ്പി ചെയ്തതാണ്. ഇങ്ങനെ പറഞ്ഞു. ആ അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അഖില് നിന്റെ പേരാന്ന് പറയുന്നത്. അഖില് പറയുന്നത് വിനു ആണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പറയുന്നത്. അത് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് ക്ലാരിറ്റി. ആ കേട്ടല്ലോ. ഈ അഖിൽമാർ ഒന്നെങ്കിൽ ഞാൻ പറയാം അഖിൽമാരെ രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് ഇപ്പൊ കളവ് പറഞ്ഞത്. അഖിൽമാരെ എക്സ്പോസ്ഡ് എല്ലാരും പറയുന്നുണ്ട്. അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛനെ ആഡ് ചെയ്യട്ടെ കോളില്. ഒരു സെക്കൻഡ് വാട്സപ്പ് കോളിൽ തരോ? കേട്ടല്ലോ. കള്ളത്തരം, ഒച്ച കള്ളത്തരം. ഒരു സെക്കൻഡ് ഒന്ന് അച്ഛനൊന്ന് ആടേട്ടെ. ഇയാളെല്ലാം ഇത്രക്കാരനാ? അച്ഛാ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. ആ ഇതാണ് അവസ്ഥ. അതായത് അഖിൽമാരാണ് പറയുന്നത് വിനു പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയതാ പറയുന്നത്. അല്ല തൊപ്പി ബ്രോ, ഇത് നമ്മളിപ്പോ ഒരാളെ മോശമാക്കണ്ട. ആ അത് പറഞ്ഞു കമന്റിൽ പറഞ്ഞ അച്ചായനായിരിക്കാം പൈസ വാങ്ങിയെന്ന് പറയുന്നുണ്ട് കമന്റിൽ. ആരും പൈസ വാങ്ങിയിട്ടില്ല. അതായത് തൊപ്പി എനിക്ക് പരിചയം അച്ചായനായിരുന്നു. അച്ചായനോട് ആ സമയം ഉണ്ടായ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ജിൻഡോ ആ സമയത്ത് ഞാൻ സീസണൊന്നും കാണാനില്ല, പക്ഷെ അച്ചായൻ എല്ലാ ദിവസവും കാണാം. അച്ചായന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ. ആ സമയത്ത് അച്ചായൻ എല്ലാ ദിവസവും എന്നോട് പറയും